മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർക്കെതിരെ രൂക്ഷ വിമർശനവുമായി KT ജലീൽ രംഗത്ത് വരുന്ന പശ്ചാത്തലം. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ, മഞ്ജുഷ് ഗോപാൽ നൽകിയ അഭിമുഖത്തിലാണ് KT ജലീൽ ഇക്കാര്യം പറയുന്നത്. സന്ദീപ് വാര്യർ മുസ്ലിങ്ങളോട് മാപ്പ് പറയണമെന്നാണ് KT ജലീൽ ആവശ്യപ്പെടുന്നത്. BJP നേതാക്കൾ പോലും പറയാത്ത രീതിയിലാണ് മുസ്ലിങ്ങൾക്കെതിരെ സന്ദീപ് വാര്യർ സംസാരിച്ചിരുന്നത്. അതിൽ മാപ്പ് പറയാത്ത ആളെ മുസ്ലിം സമൂഹം വിശ്വസിക്കരുതെന്നും KT ജലീൽ പറയുന്നുണ്ട്. സന്ദീപ് വാര്യർ തവനൂരിൽ മത്സരിച്ചേക്കുമെന്ന വാർത്തകൾക്കിടയിലാണ് ജലീലിൻ്റെ ഈ ഒരു പ്രതികരണമെന്ന് ശ്രദ്ധേയമാണ്. തന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് ആരോപിച്ച് സന്ദീപ് നേരത്തെ KT ജലീലിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച ഒരു സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. സന്ദീപിനോടുള്ള തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് KT ജലീൽ ന്യൂസ് 18 കേരളത്തിൽ നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് ലാഘവത്തോടു കൂടി നിങ്ങളതിനെ കാണരുത്. സന്ദീപ് വാര്യരുടെ മുൻപത്തെ ഓരോ സംസാരവും ഒരു BJP നേതാവ് വേറൊരു BJP നേതാവും പറയാത്ത രൂപത്തിലാണ് അദ്ദേഹം പറയുക. കാരണം അതൊക്കെ ബേസിക്കലായിട്ട് ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഏത് പാർട്ടി ആയാലും നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരുതരം വെറുപ്പും വിദ്വേഷവും വേറൊരു ജനതയെ, ഒരു മതവിഭാഗത്തെ ചുട്ടുകൊല്ലണം എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരം അത് ഒരാളും ചെയ്യാൻ പാടില്ല. പക്ഷേ അദ്ദേഹത്തെ ലീഗ് അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അല്ല, ലീഗ് അംഗീകരിക്കുന്നതോട് കൂടിയിട്ട് എല്ലാം റെഡിയായിന്ന് ആരാ പറഞ്ഞത്? ലീഗിൻ്റെ കുഴപ്പം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആളുകളെ ഒരു ലേശം അകൽച്ചയിൽ നിർത്തണ്ടേ. വാദത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇനിയിപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചു. അദ്ദേഹം ഇന്ന് വരെ ഒരു ക്ഷമാപണം അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടോ? ഞാൻ ആ പ്രസ്ഥാനത്ത് നിന്ന സമയത്തെ എല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞ പോരാ. കേരളത്തിലെ, ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തെ സംബന്ധിച്ച് ഞാൻ അരുതാത്തത് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും പൊറുക്കാനാവാത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് മുസ്ലിം സമുദായം പൊറുക്കണം, ക്ഷമിക്കണം, ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒന്ന് വരില്ല എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണിച്ച അങ്ങനെ പറഞ്ഞാൽ സന്ദീപ് വാര്യരെ താങ്കൾ അംഗീകരിക്കുക? അല്ല, താങ്കൾ പറഞ്ഞ വാചകം മാറ്റി പറയാമെന്നാണ്. അതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയണ്ടേ? ഞാൻ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു പ്രസ്ഥാനത്തിലാകുമ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം പ്രസ്ഥാനത്തിൻ്റെതല്ലെങ്കിലും ഇപ്പോൾ BJPയുടെ അഭിപ്രായമാണോ സന്ദീപ് വാര്യർ പറഞ്ഞത്? സ്വാഭാവികമായിട്ടും അങ്ങനെയായിരിക്കും. കാശ്മീരിലെ മുസ്ലിങ്ങളുടെ കഴുത്തിലേക്ക് ടയർ വലിച്ചെറിഞ്ഞ് ടയർ കുടുക്കിയിട്ട് അതുമേ തീ കൊളുത്തിയിട്ട് പാകിസ്ഥാനിൽ കോലോടിക്കണം എന്നുള്ളത് BJPയുടെ അഭിപ്രായമാണോ? അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റല്ലേ? അപ്പം ഇങ്ങനെയൊക്കെ എഴുതാൻ എങ്ങനെ പറ്റും ഒരു മനുഷ്യൻ? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.